കരുവന്നൂർ കേസിൽ ഹാജരാകാനുള്ള ഇഡി നോട്ടീസിന് മറുപടി നൽകി കെ രാധാകൃഷ്ണൻ MP. ഇഡിയുടെ സമൻസിന് പിന്നിൽ രാഷ്ട്രീയ എതിരാളികളെ അമർച്ച ചെയ്യാനുള്ള നീക്കമാണെന്ന് കെ രാധാകൃഷ്ണൻ. തൃശൂർ പൂരത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഒരുക്കങ്ങൾ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി. പൂരത്തിന്റെ മുഖ്യ ആകർഷകമായ കുടമാറ്റവും വെടിക്കെട്ടും യാതൊരു പരാതിക്കും ഇടയാകാത്ത രീതിയിൽ നടത്തുമെന്ന് മന്ത്രി. ദുരഭിമാനം വെടിഞ്ഞ് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണ പദ്ധതി സർക്കാർ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് AICC അംഗം അനിൽ അഖര. ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണം പുനരാരംഭിക്കാൻ തടസ്സമെന്തെന്ന് MLA സേവ്യർ ചിറ്റിലപ്പള്ളി വ്യക്തമാക്കണമെന്ന് DCC സെക്രട്ടറി K അജിത് കുമാർ. ലഹരി വിപത്തിനെതിരെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന പേരിൽ പ്രത്യേക ക്യാമ്പയിൻ തുടങ്ങുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സംസ്ഥാനത്തെ 1000 കേന്ദ്രങ്ങളിൽ ലഹരിക്കെതിരെ ജനജാഗ്രതാ സദസ്സുകൾ ഒരുക്കും. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയിൽ സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയതായി മന്ത്രി. നന്ദിപുലം പയ്യൂർക്കാവിൽ വെടിക്കെട്ട് നടന്ന സ്ഥലത്ത് ആനയെ തളച്ച സംഭവത്തിൽ ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെ വരന്തരപ്പള്ളി പോലീസ് കേസെടുത്തു. സ്ഫോടക വസ്തുക്കൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിനും ആനയെ തളച്ചതിനുമാണ് കേസ്. വെള്ളം ലഭിക്കാത്തതിനാൽ കടവല്ലൂർ വേമ്പൻ പടവിലെ 40 ഏക്കറോളം നെൽകൃഷി പൂർണ്ണമായി നശിച്ചു. പുതുക്കാട് ചെങ്ങാലൂർ കാനത്തോട് സ്ലൂയിസ് പൂർണ്ണമായും തകർന്നതിനാൽ 50 ഏക്കർ മുണ്ടകൻ കൃഷിയും പ്രതിസന്ധി. റെക്കോർഡ് വീണ്ടും തകർത്ത് സ്വർണ്ണവില. ഒരു പവൻ സ്വർണത്തിന്റെ വില 65,480 രൂപയായി. പവന് 880 രൂപയാണ് വർദ്ധിച്ചത്. വാർത്തകൾ വിശദമായി. കരുവന്നൂർ കേസിൽ ഹാജരാകാനുള്ള ED നോട്ടീസിന് മറുപടി നൽകി കെ രാധാകൃഷ്ണൻ MP. ചേലക്കരയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു MP. EDയുടെ സമൻസിന് പിന്നിൽ രാഷ്ട്രീയ എതിരാളികളെ അമർച്ച ചെയ്യാനുള്ള നീക്കമാണ്. EDയെ ഭയപ്പെടേണ്ട കാര്യമില്ല, ഏതന്വേഷണവും നേരിടാം. പാർലമെന്റ് കഴിഞ്ഞ് EDക്ക് മുന്നിൽ ഹാജരാകുമെന്നും കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. അത് ഇന്നലെ ഹാജരാവണമെന്ന് പറഞ്ഞിട്ടാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് EDക്ക് അപ്പം തന്നെ നമ്മൾ ED ഓഫീസിലേക്ക് വിവരം കൊടുത്തു. ഹാജരാവാൻ കഴിയില്ല, പാർലമെന്റ് കഴിയുന്നവരെ നമുക്ക് ഹാജരാകാൻ കഴിയില്ല എന്ന് പിന്നീട് കത്തും കൊടുത്തു. ED ശ്രമിച്ച് അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എതിരാളികളെ എങ്ങനെയൊക്കെ അമർച്ച ചെയ്യാൻ കഴിയും മാത്രമാണ്. EDക്ക് അങ്ങനെ സ്വതന്ത്രമായിട്ട് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നതൊന്നും നമുക്കെതിരല്ല. പക്ഷേ ഏകപക്ഷീയമായിട്ട് തങ്ങൾക്കെതിരായി നിൽക്കുന്ന പ്രസ്ഥാനങ്ങളെയും നേതാക്കളെയും ഇല്ലാതാക്കുക എന്നുള്ള ഒരു അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട്. അത് ഇത്ര മാത്രമല്ല, ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഉള്ള കാര്യം. ഡൽഹിയിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് എത്തിയതെന്നും വൈകുന്നേരമാണ് നോട്ടീസ് വന്ന കാര്യം അറിഞ്ഞതെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. വ്യാഴാഴ്ച ഹാജരാകണം എന്നായിരുന്നു നോട്ടീസിൽ ഉണ്ടായിരുന്നത്. ബാങ്ക് അക്കൗണ്ട്, ഭൂമി സംബന്ധമായ കാര്യങ്ങൾ, ആസ്തി തുടങ്ങിയ ഡോക്യുമെന്റുകൾ ഹാജരാക്കാനാണ് നോട്ടീസിലുള്ളത്. ഏത് കേസാണെന്ന് നോട്ടീസിൽ പറയുന്നില്ല. വ്യക്തിപരമായ സ്വത്തുകളുടെയും മറ്റ് ഡോക്യുമെന്റുകളും കൊണ്ടുചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായിട്ട് നോട്ടീസിൽ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല. ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കും ഇന്ന കാര്യം ഡോക്യുമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഡോക്യുമെന്റ്സ് ആയിട്ട് നമുക്ക് ഹാജരാകും. നമുക്കതിൽ ഭയപ്പെടേണ്ട കാര്യമല്ല. ഏത് അന്വേഷണം ഉണ്ടായാലും അതിനെ നമുക്ക് അതിൻ്റെ ബാങ്ക് അക്കൗണ്ട്, അതുപോലെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, മറ്റ് ആസ്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഈ കേസാണ് എന്ത് കേസാണെന്ന് എനിക്കറിയില്ല. അത് പർട്ടിക്കുലർ ഇന്ന കേസാണെന്ന് പറയുന്നില്ല. CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് കരുവന്നൂർ വിഷയം സംബന്ധിച്ച് ചർച്ച ഉണ്ടായിട്ടില്ലെന്നും MP പറഞ്ഞു. TC വിനോസ്, ചേലക്കര. തൃശൂർ പൂരം ഒരുക്കങ്ങൾ സംബന്ധിച്ച് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി. പൂരത്തിന്റെ മുഖ്യ ആകർഷകമായ കുടമാറ്റവും വെടിക്കെട്ടും യാതൊരു പരാതിക്കും ഇടയാകാത്ത രീതിയിൽ നടത്തും. വെടിക്കെട്ട് സംബന്ധിച്ച് കേന്ദ്ര നിയമങ്ങൾ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തും. ഇതു സംബന്ധിച്ച് പൊസയുമായി ആലോചിച്ച് നടപടികൾ വിലയിരുത്തും. ദൂരപരിധിയും ചർച്ച ചെയ്യും. പൂരത്തിന് ദേവസ്വങ്ങൾ നിയമിക്കുന്ന വോളണ്ടിയർമാർക്ക് ഏകീകരണം ഉണ്ടാക്കും. പരാതികളില്ലാതിരിക്കാൻ ജില്ലയിലെ മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ ഇടപെടലുണ്ടാകും. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പെരുമാറ്റച്ചട്ടം നിലനിന്നതിനാൽ ജനപ്രതിനിധികൾക്ക് ഇടപെടാൻ പരിമിതി ഉണ്ടായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. കേരള ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ട് നൽകിയിട്ടുള്ള ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലും പെസോ ഇക്കാര്യത്തിൽ നിർദ്ദേശിക്കപ്പെട്ട പുതിയ നിബന്ധനകളുടെയൊക്കെ അടിസ്ഥാനത്തിലും ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഇത് സംബന്ധിച്ച് തീരുമാനം ഉള്ളൂ എന്ന രൂപത്തിലാണ് അവരുടെ ഈ കാര്യത്തിൽ ഒരു നിലപാട്. എന്നായിരുന്നു ഞങ്ങൾ ഈ കാര്യത്തിൽ ഒരു വ്യക്തത കൂടി വരുത്തണം എന്നുള്ള നിലയ്ക്ക്
ജില്ലാ ഭരണകൂടവും അവരുടെ ഉന്നത ഉദ്യോഗസ്ഥ പ്രമുഖരും അതുപോലെ ഇവിടുത്തെ ജനപ്രതിനിധികളും കൂടിയിരുന്ന് ഒരു ചർച്ച കൂടി നടത്തി വളരെ വ്യക്തത വരുത്തി ഈ കാര്യത്തിൽ തൃശ്ശൂരിൻ്റെ വെടിക്കെട്ടും കുടമാറ്റവും എന്ന് പറഞ്ഞ അതിപ്രധാനമായ 2 ചടങ്ങാണ്. ആ 2 ചടങ്ങും ഇല്ലെങ്കിൽ പൂരം പൂരമല്ല. അതുകൊണ്ട് വെടിക്കെട്ട് നടത്തുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കുന്നതിനാവശ്യമായ ധാരണയാണ് പൊതുവിൽ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ആലോചിച്ചത്. അത്തരത്തിലൊരു മീറ്റിംഗ് കൂടെ കഴിയുന്നതോടുകൂടി അത് പൂർത്തീകരണത്തിൽ എത്തിച്ചേരും. ആളുകളെ നിയന്ത്രിച്ച് പൂരം നടത്താനല്ല, പരമാവധി ആളുകളെ സൌഹാർദ്ദത്തോടെ വിളിച്ചു വരുത്തി ഒരു കുറവുമില്ലാതെ പൂരം സംഘടിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ആളുകളെ നിയന്ത്രിച്ച് വരാതെ പൂരം നടത്താനല്ല, പരമാവധി ആളെ വിളിച്ചു വരുത്തി എന്നാൽ സൗകര്യത്തോടെ പൂരം കാണലാണ് ഇത്തവണത്തെ പൂരത്തിന്റെ ലക്ഷ്യം. എല്ലാ തവണത്തെയും പോലെ ഒരു ചിട്ടവട്ടങ്ങളിൽ ഒരു കുറവില്ലാത്ത പോലെ തന്നെ സംഘടിപ്പിക്കാൻ പൊതുവായിട്ട് ആലോചിച്ചിട്ടുണ്ട്. മന്ത്രി ആർ ബിന്ദു, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മേയർ എം കെ വർഗീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. മെയ് 5, 6 തീയതികളിലാണ് തൃശൂർ പൂരം. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണ പദ്ധതി ദുരഭിമാനം വെടിഞ്ഞ് സർക്കാർ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് AICC അംഗം അനിൽ അക്കര ആവശ്യപ്പെട്ടു. തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി സർക്കാർ നഗരസഭാ പരിധിയിൽ വീടില്ലാത്തവർക്കായി ഫ്ളാറ്റ് നിർമ്മിക്കുന്ന പദ്ധതിയിൽ അന്ന് സ്ഥലം MLAയുടെ ആവശ്യപ്രകാരം വടക്കാഞ്ചേരിയെ ഉൾപ്പെടുത്തി ആവശ്യമായ തുക അനുവദിച്ചതാണ്. നിർമ്മാണ ചുമതല PMCC-ആയ ഹാബിറ്റാറ്റ് ശങ്കറിനെ നൽകിയതുമാണ്. എന്നാൽ യാതൊരു കൂടിയാലോചനയും ഇല്ലാതെ UAE റെഡ് ക്രസന്റുമായി കരാറുണ്ടാക്കി നിർമ്മാണം ഹാബിറ്റാറ്റിൽ നിന്ന് യൂണിടാക്കിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇതിൽ വ്യാപകമായ ക്രമക്കേടുണ്ടാവുകയും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരനും സ്വപ്ന സുരേഷും കേസിൽ പ്രതികളായി ജയിലിലാകുകയും ചെയ്തു. ഈ വിഷയത്തിൽ അന്ന് സ്ഥലം MLA നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ CBI അന്വേഷണവും നടക്കുന്നുണ്ട്. എന്നാൽ ഫ്ളാറ്റ് നിർമ്മാണം പൂർത്തിയാക്കുന്ന കാര്യത്തിൽ യാതൊരു തടസ്സവും സർക്കാരിന് ഉണ്ടായിരുന്നില്ല. ഈ കേസിൽ സർക്കാരിനോടുള്ള തിരിച്ചടി ഭയന്നാണ് ഇപ്പോഴത്തെ സ്ഥലം MLA നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ 20 കോടി രൂപ വകയിരുത്തിയാൽ ഫ്ളാറ്റ് നിർമ്മാണം സർക്കാരിന് പൂർത്തിയാക്കാമെന്നും അനിൽ അക്കര ചൂണ്ടിക്കാട്ടി. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണം പുനരാരംഭിക്കാൻ തടസ്സം എന്തെന്ന് MLA സേവ്യർ ചിറ്റിലപ്പള്ളി വ്യക്തമാക്കണമെന്ന് DCC സെക്രട്ടറി കെ അജിത് കുമാർ. നിയമസഭയിൽ MLA അവതരിപ്പിച്ച സബ്മിഷനിൽ വ്യക്തമായ മറുപടി നൽകാത്തത് ദുരൂഹമാണ്. ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി 140 കുടുംബങ്ങൾക്ക് വീട് നൽകാനായി വടക്കാഞ്ചേരി നഗരസഭയിലെ ചരൽപ്പറമ്പിൽ ഫ്ളാറ്റ് നിർമ്മാണം ആരംഭിച്ചത്. UAE റെഡ് ക്രസന്റ് സഹായത്തോടെയായിരുന്നു പദ്ധതി. നിർമ്മാണം പുരോഗമിക്കവേ ചില ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചതോടെ 2020 സെപ്റ്റംബറിൽ നിർമ്മാണം നിർത്തിവെക്കുകയായിരുന്നു. തുടർന്ന് CBI, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, സ്റ്റേറ്റ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു. വിദഗ്ധ സമിതി കെട്ടിടത്തിന് ബലക്ഷയമില്ലെന്ന് റിപ്പോർട്ട് നൽകിയതാണ്. തിരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ 1 വർഷത്തിനകം വടക്കാഞ്ചേരി ഫ്ളാറ്റ് നിർമ്മാണം പൂർത്തിയാക്കി 140 നിർധന കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യുമെന്ന വാഗ്ദാനം പാലിക്കാൻ MLA തയ്യാറാകണമെന്നും കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു. ലൈഫ് മിഷൻ പദ്ധതി തുടങ്ങിയിട്ട് എത്ര വർഷമായി? ആരുടെ കുഴപ്പം കൊണ്ടാണ് ലൈഫ് മിഷൻ പദ്ധതി മുടങ്ങിയത്? യൂണിടാക്കും അതുപോലെ തന്നെ റെഡ് ക്രസന്റും പിണറായി സർക്കാരും കൂടി നടത്തിയ വലിയ ഗൂഢാലോചനയുടെയും അഴിമതിയുടെയും ഭാഗമായിട്ടാണ് ഈ ഫ്ളാറ്റ് അവിടെ മുടങ്ങിക്കിടക്കുന്നത്. അത് പഴയ MLA അനിലക്കരയുടെ മണ്ടക്കിട്ട് വീട് മുടക്കി എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ ഉപയോഗിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സേവ്യർ ചിറ്റിലപ്പള്ളി ലൈഫ് ഫ്ളാറ്റ് ഉടൻ പൂർത്തിയാക്കി 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കിയ ആളുകൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ അധികാരത്തിലേറിയ സേവ്യർ ചിറ്റിലപ്പള്ളി ഇടത് ഗവൺമെന്റ് തുടരുമ്പോൾ കഴിഞ്ഞ 4 വർഷവും ലൈഫ് ഫ്ളാറ്റിനെ കുറിച്ച് മിണ്ടിയില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പ്രതികരിച്ചപ്പോൾ ഇപ്പൊ നിയമസഭയിൽ ഉടൻ പൂർത്തിയാക്കുമെന്ന് MP രാജേഷ് പറഞ്ഞിരിക്കും. അപ്പൊ ആരുടെ തടസ്സം? നന്ദിപുലം പയ്യൂർക്കാവിൽ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് ആനയെ തളച്ച സംഭവത്തിൽ ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെ വരന്തരപ്പള്ളി പോലീസ് കേസെടുത്തു. സ്ഫോടക വസ്തുക്കൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിനും ആനയെ തളച്ചതിനുമാണ് കേസ്. ക്ഷേത്രത്തിൽ വെടിക്കെട്ട് നടത്താൻ ക്ഷേത്ര ഭാരവാഹികൾക്ക് അനുമതി ഉണ്ടായിരുന്നില്ലെന്നും പോലീസ് അറിയിച്ചു. ഇന്നലെ രാത്രി 7-ന് കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം ക്ഷേത്രപറമ്പിനോട് ചേർന്നുള്ള പറമ്പിൽ തളച്ച കൊമ്പനാണ് വീഴേണ്ടത്. പൂരം എഴുന്നള്ളിപ്പിനെത്തിയ 7-ൽ 2 ആനകളെയാണ് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തളച്ചിരുന്നത്. ഇതിൽ ഒരാനയെ വെടിക്കെട്ടിന്റെ അവസാനത്തെ കൂട്ടപ്പൊരിച്ചിൽ നടക്കുന്ന സ്ഥലത്തിന്റെ 10 മീറ്റർ മാത്രം അകലെയായിരുന്നു നിർത്തിയിരുന്നത്. വെടിക്കെട്ടിന്റെ ശബ്ദവും ചൂടും അസഹനീയമായതോടെ പിന്തിരിയാൻ ശ്രമിച്ച ആന പിറകിൽ നിന്ന പാപ്പാനെ പിൻകാലുകൊണ്ട് തട്ടി വീഴ്ത്തുകയായിരുന്നു. വെടിക്കെട്ട് കാണാൻ നിരവധി നാട്ടുകാർ എത്തിയ സമയത്താണ് ആന പിണങ്ങി തിരിഞ്ഞത്. വിരണ്ട കൊമ്പൻ ഓടാതിരുന്നതിനാൽ വലിയ അത്യാഹിതം ഒഴിവായി. സ്ഫോടക വസ്തുക്കൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിനും ആനയെ സുരക്ഷിതമല്ലാതെ തളച്ചതിനുമാണ് കേസെടുത്തത്.
റെക്കോർഡ് വീണ്ടും തകർത്ത സ്വർണ്ണവില. കഴിഞ്ഞ ദിവസത്തെ പോലെ ഇന്നും സ്വർണ്ണവിലയിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പവന്റെ വില 65,000 കടന്നു. 880 രൂപയാണ് ഇന്ന് പവന് വർദ്ധിച്ചത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 65,840 രൂപയായി. ഗ്രാമിന് 110 രൂപയാണ് കൂടിയത്. ഗ്രാമിന് 8,230 രൂപയാണ് വില. കടങ്ങോട് ഖാദർപടിയിൽ കാർ ബൈക്കിലിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ബൈക്ക് യാത്രക്കാരനായ തിപ്പല്ലൂർ സ്വദേശി തിപ്പല്ലൂർ വീട്ടിൽ ജനാർദ്ദനന്റെ മകൻ 25 വയസ്സുള്ള ജിജിനാണ് മരിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഖാദർപടി സെന്ററിൽ വെച്ചായിരുന്നു അപകടം. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. ബസ്സിനെ മറികടക്കുകയായിരുന്ന കാർ എതിരെ വന്ന ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ സുഹൃത്ത് വൈശാഖ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. വിദേശത്തേക്ക് പോകുന്നതിന് മെഡിക്കൽ ടെസ്റ്റ് കഴിഞ്ഞുവരുന്ന വഴിയാണ് അപകടമുണ്ടായത്. സംസ്ഥാനത്ത് റേഷൻ അരിയുടെ വില വർദ്ധിപ്പിക്കാൻ സർക്കാരിന് ശുപാർശ. മുൻഗണനേതര വിഭാഗത്തിലെ നീലക്കാർഡിന് കിലോയ്ക്ക് 4 രൂപയിൽ നിന്ന് 6 രൂപയാക്കണമെന്നാണ് ശുപാർശ. റേഷൻ കട വേതന പരിഷ്കരണ സമിതിയുടേതാണ് നടപടി. റേഷൻ വ്യാപാരികൾക്കുള്ള കമ്മീഷൻ കൂട്ടുന്നതിനായാണ് അരിവില വർദ്ധിപ്പിക്കുന്നത്. 10,000 രൂപയിൽ താഴെ മാത്രം വരുമാനം ലഭിക്കുന്ന 4,000 റേഷൻ കടകളും പൂട്ടാനും റേഷൻ കട വേതന പരിഷ്കരണ പഠിച്ച സമിതി നിർദ്ദേശിച്ചു. കുറെ നാളുകളായുള്ള റേഷൻ വ്യാപാരികളുടെ ആവശ്യമാണ് കമ്മീഷൻ കൂട്ടുകയെന്നത്. കൊടുങ്ങല്ലൂർ ചാപ്പാറയിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. ചാപ്പാറ പാറയ്ക്കൽ മനോജിനെയാണ് ആക്രമിച്ചത്. മുഖത്തും തലയിലും പരിക്കേറ്റ മനോജിനെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തന്റെ ഭാര്യയുടെ ബന്ധുവായ നിക്സനാണ് ആക്രമിച്ചതെന്ന് മനോജ് പറഞ്ഞു. ഇന്ന് രാവിലെ ചാപ്പാറ സബ്സ്റ്റേഷൻ പരിസരത്ത് വെച്ചായിരുന്നു സംഭവം. ബൈക്കിൽ പോകുകയായിരുന്ന മനോജിനെ പിന്തുടർന്നെത്തിയാണ് ആക്രമിച്ചത്. ജോലി നൽകാത്തതിലും പണം കടം നൽകാത്തതിലുമുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് മനോജ് പറഞ്ഞു. ലോകോത്തര നിലവാരത്തിലുള്ള പഠന സാഹചര്യങ്ങൾ തന്നെ കേരളത്തിൽ വിദ്യാർത്ഥികൾക്ക് സർക്കാർ ഒരുക്കി നൽകുമെന്ന് മന്ത്രി ആർ ബിന്ദു. അയ്യന്തോൾ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കിഫ്ബി ഫണ്ട് 1,30,00,000 രൂപ ഉപയോഗിച്ച് ഹൈസ്കൂൾ വിഭാഗത്തിനായി നിർമ്മിക്കുന്ന ഓഡിറ്റോറിയം, 3 ക്ലാസ് റൂം, ഭിന്നശേഷി സൌഹൃദ വാഷ്റൂം ഉൾപ്പെടെ 4 വാഷ്റൂമുകൾ എന്നിവയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് അധ്യക്ഷനായി. തൃശൂർ കോർപ്പറേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ PR ശ്രീലത, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്കൽ, കൌൺസിലർ N പ്രസാദ്, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ MK അജിത കുമാരി, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A അൻസാർ, KAS VHSC പ്രിൻസിപ്പൽ VV ശാലിനി, ഹെഡ്മിസ്ട്രസ് VP അഞ്ജലി തുടങ്ങിയവർ സംസാരിച്ചു. ബഹുമാന്യനായ മേയർ സൂചിപ്പിച്ചതുപോലെ അതിന്റെ സ്വാഭാവിക തുടർച്ചയെന്നോണം ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒന്നാമത് പരിഗണന കൊടുത്തുകൊണ്ടുള്ള സമീപനമാണ് 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് സ്വീകരിച്ചിട്ടുള്ളത്. ശുചിമുറി മാലിന്യം തള്ളാനെത്തിയ ലോറി നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ഒരുമനയൂർ AKG സങ്കേതത്തിൽ മാലിന്യം തള്ളാനെത്തിയ ലോറി പിന്തുടർന്നെത്തിയ നാട്ടുകാർ പാവറട്ടി സാന്റ് ജോസ് ആശുപത്രിക്ക് സമീപമാണ് തടഞ്ഞത്. ഏതാനും നാളുകളായി പ്രദേശത്ത് ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവായിരുന്നു. ഇതേ തുടർന്ന് നാട്ടുകാർ നിരീക്ഷണം നടത്തി വരുന്നതിനിടയിലാണ് മാലിന്യവുമായി ലോറി എത്തിയത്. വിവരമറിഞ്ഞ DYFI പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് നാട്ടുകാർ ലോറിയെ പിന്തുടർന്നത്. ഇതോടെ വാഹനം പാവറട്ടി ആശുപത്രിക്ക് സമീപം നടു റോഡിൽ നിർത്തിയിട്ട് ഡ്രൈവറും ക്ലീനറും ഓടി രക്ഷപ്പെട്ടു. തുടർന്ന് പാവറട്ടി പോലീസ് എത്തി ക്രെയിൻ ഉപയോഗിച്ചാണ് ടാങ്കർ ലോറി മാറ്റിയത്. റോഡ് അപകടങ്ങൾ പരിഹരിക്കുന്നതിനായി റൂറൽ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ നടപടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി ബ്ലാക്ക് സ്പോട്ടുകൾ ഉൾപ്പെടുന്ന മേഖലകളിലെ ഉദ്യോഗസ്ഥരുടെ ആലോചനാ യോഗം SP വിളിച്ചു ചേർത്തു. പോട്ട സിഗ്നൽ, പുതുക്കാട് KSRTC ക്രോസിംഗ് ഭാഗം, പെരിഞ്ഞനം, 3 പീടിക, നാട്ടിക, തൃപ്രയാർ മേഖലകളിലാണ് പ്രധാന ഹോട്ട്സ്പോട്ടുകൾ വരുന്നത്. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. റൂറൽ ജില്ലയിൽ പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സംയുക്ത പരിശോധന നടത്താൻ യോഗത്തിൽ തീരുമാനിച്ചു. സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാരുടെ ലഹരി ഉപയോഗം തടയുന്നതിനായി പോലീസിന്റെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടത്തുമെന്നും SP അറിയിച്ചു. ജില്ലയിലെ വാഹനാപകടങ്ങൾ ചില പ്രത്യേക സ്ഥലങ്ങളിലാണ് കൂടുതൽ വാഹനാപകടങ്ങൾ നടക്കുന്നത്. അത് പോട്ട സിഗ്നലുണ്ട്, പോട്ട അതാണൊരു സ്ഥലം പറയുന്നത്. പിന്നെ പുതുക്കാട് KSRTC ക്രോസിംഗിന്റെ ഭാഗമുണ്ട്. പെരിഞ്ഞനം, കയ്പമംഗലം, നാട്ടിക, തൃപ്രയാർ തുടങ്ങിയ ചില സ്ഥലങ്ങൾ ബ്ലാക്ക് സ്പോട്ട്സ്. കൊടകരയിൽ പേരാമ്പ്രയില് ഫ്ലൈ ഓവറിന്റെ വർക്ക് കിടക്കുന്നിടത്ത് നല്ല റോഡ് ബ്ലോക്ക് ഉണ്ട് ഇപ്പോൾ ഹൈവേ. അപ്പം അത് ഈ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്. അത് നമുക്ക് സംയുക്തമായിട്ട് ഹൈവേ അതോറിറ്റിയും
നാഷണൽ ഹൈവേയുടെ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരും പിന്നെ നമ്മുടെ PWD റോഡ്സിൻ്റെ ഉദ്യോഗസ്ഥന്മാരും പോലീസും കൂടെ ചേർന്ന് ഇതിന് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ മീറ്റിംഗ്. കൊടുങ്ങല്ലൂരിൽ സ്കൂൾ വളപ്പിലെ മരം കടപുഴകി വീണ് വീടിന്റെ ട്രസ്സിനും മതിലിനും കേടുപാട് സംഭവിച്ചു. കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ ഉണങ്ങിയ കൂറ്റൻ മട്ടിമരമാണ് കടപുഴകി വീണത്. മരം വീണതിനെ തുടർന്ന് മൈത്രി ലൈനിൽ വെള്ളക്കാട്ടുപടി വീട്ടിൽ നസീറിന്റെ വീടിന്റെ ടെറസിലുള്ള ഇരുമ്പ് ഷീറ്റ് മേഞ്ഞ മേൽക്കൂരയ്ക്കും മതിലിനും കേടുപാട് സംഭവിച്ചു. ടെക്നിക്കൽ സ്കൂൾ വളപ്പിൽ നിരവധി മരങ്ങൾ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നുണ്ട്. ഇത്തരം മരങ്ങൾ വെട്ടിനീക്കാൻ നഗരസഭാ ട്രീ കമ്മിറ്റി സ്കൂൾ സൂപ്രണ്ടിന് കഴിഞ്ഞ ജൂലൈയിൽ രേഖാമൂലം നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും സ്കൂൾ അധികൃതർ നടപടി സ്വീകരിച്ചിരുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ താറാവ് കൂട്ടങ്ങൾ വിരുന്നെത്തുന്നത് കൗതുക കാഴ്ചയാകുന്നു. കൊയ്ത്തിനിടെ കൊഴിഞ്ഞു വീണ നെന്മണികൾ തിന്നാനാണ് താറാവ് കൂട്ടങ്ങൾ പാടത്തേക്ക് ഇറക്കുന്നത്. താറാവുകളെ ഇറക്കി തീറ്റിക്കാനായി ലക്ഷങ്ങൾ മുടക്കി പാടശേഖരം ഓരോ സീസണിലും ലേലം ചെയ്തെടുക്കുകയാണ് പതിവ്. താറാവുകൾക്ക് സഞ്ചരിക്കാനും തീറ്റ തേടാനുമുള്ള സൗകര്യത്തിനായി പാടശേഖര സമിതികൾ തോടുകളിൽ നിന്ന് വെള്ളം പാടത്തേക്ക് ഇറക്കി നിർത്താറുണ്ട്. ഈ വെള്ളത്തിലൂടെ ആരവങ്ങളോടെ താറാവുകൾ നീങ്ങുന്നത് കൗതുക കാഴ്ചയാണ്. തമിഴ്നാട്ടിൽ നിന്നോ ആലപ്പുഴയിൽ നിന്നോ താറാവ് കുഞ്ഞുങ്ങളെ വാങ്ങിക്കൊണ്ടുവന്ന് ആദ്യ ദിവസം ഗ്ലൂക്കോസ് വെള്ളവും തുടർന്നുള്ള 15 ദിവസങ്ങളിൽ ചോറും നൽകും. പിന്നെ ചോറിനൊപ്പം ഉണക്കമീൻ, കോഴിത്തീറ്റ എന്നിവയാണ് നൽകുക. ഞാൻ തിരുച്ചി, ഞാൻ ഒരാൾ തമിഴ്ക്കാരാൾ. ഇവരോട് വന്ന് ഞാൻ 10 കൊല്ലം കഴിഞ്ഞു. ഇവിടെ വേറെ സ്ഥലത്തേക്ക് പോகிறதில்ல, വേറെ ഓണറോടും പോகிறது നിൽக்கிறதில்ல. നാங்கள் ചെറിയ കുട്ടികളാണ് 30 ദിവസം കുട്ടികളെ കൊണ്ടാന്ന് ഇവിടെ പാടത്തിൽ കൊണ്ടാന്ന് ഇറക്കി നാங்கள் 30 ദിവസം അരിയും ചോറും കൊടുത്ത് തീറ്റയും കൊടുത്ത് ഉപ്പ കൊടുത്ത് വളർത്ത് പിന്നെ 40 ഭാഗം നാங்கள் കണ്ടത്തിൽ ഇറക്കും. കണ്ടത്തിൽ ഇറക്കി പിന്നെ കണ്ടത്തിലേ നാங்கள் ഉള്ളത് കണക്കിൽ വർഷ കണക്കിൽ പാടം എവിടെ കൊയ്ത്താവുതോ അവിടെ നാங்கள் മാറി മാറി പോവും. കണ്ടത്തെ വിട്ട് വേറെ നാங்கள் എവിടെ ഇല്ല. ഇതിൽ 6-7,000 കുഞ്ഞുണ്ട്. 7 ഓണറോട് 9 ആളുണ്ട്. 30 ദിവസം കഴിഞ്ഞാൽ അവയെ പാടത്തേക്ക് ഇറക്കി തുടങ്ങും. കൊയ്ത്തുകാലം അല്ലെങ്കിൽ തലേന്ന് വെള്ളത്തിലിട്ട അരിയാണ് നൽകുക. പാടത്ത് വൃത്താകൃതിയിൽ വലകൊണ്ട് വേലി കെട്ടിയതാണ് താറാവുകൾക്കുള്ള കൂട്. വൈകുന്നേരങ്ങളിൽ അതിലേക്ക് താറാവുകളെയാക്കി അടുത്തു തന്നെയുള്ള താൽക്കാലിക ഷെഡിലാണ് തൊഴിലാളികൾ വിശ്രമിക്കുക. നായ്ക്കളോ കുറുക്കനോ താറാവിനെ പിടിക്കാതിരിക്കാനായി രാത്രിയിലും തൊഴിലാളികൾ ജാഗരൂകരായിരിക്കും. ഒരു സ്ഥലത്തെ തീറ്റ കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്കും മറ്റു ജില്ലകളിലേക്കും തമിഴ്നാട്, കർണാടകം തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കും താറാവ് കൂട്ടത്തെ കൊണ്ടുപോകും. 5 മാസം പ്രായമാകുന്നതോടെയാണ് ഇവ മുട്ടയിടാൻ തുടങ്ങുക. മുട്ടകൾ ശേഖരിച്ച് വിൽപ്പന നടത്തിയും മാംസത്തിനായി താറാവിനെ വിറ്റുമാണ് താറാവ് കൃഷിയിൽ വരുമാനമുണ്ടാക്കുന്നത്. രോഗബാധയൊന്നും ഉണ്ടായില്ലെങ്കിൽ ചെറിയ തോതിലെങ്കിലും വരുമാനം നേടാനാകുമെന്നതാണ് താറാവ് ജീവിതം തുടരാൻ കർഷകർക്ക് പ്രചോദനമാകുന്നത്. TCV ന്യൂസ്, തൃശൂർ. ഇനി TCV ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ജീവിതമാണ് ലഹരി. കലാലയങ്ങളിലും പൊതുസമൂഹത്തിലും വർദ്ധിച്ചുവരുന്ന ലഹരി വിപത്തിനെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെയും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമിന്റെയും നേതൃത്വത്തിൽ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന പേരിൽ പ്രത്യേക ക്യാമ്പയിനിന് തുടക്കം കുറിക്കുന്നതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു. സംസ്ഥാനത്തെ 1000 കേന്ദ്രങ്ങളിൽ ലഹരിക്കെതിരെ ജനജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രി. സംസ്ഥാനത്തെ 3500 NSS യൂണിറ്റുകളും യൂണിറ്റുകളിലെ 3.5 ലക്ഷം വരുന്ന സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് കലാലയങ്ങളുടെ പ്രദേശങ്ങളിൽ ജനജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിക്കുക. ഈ മാസം 17 മുതൽ 25 വരെയാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന പേരിൽ ക്യാമ്പയിനിന്റെ ആദ്യഘട്ടം സംഘടിപ്പിക്കുകയെന്ന് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു അറിയിച്ചു. മാർച്ച് 17 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിലാണ് ഈ ക്യാമ്പയിന്റെ 1ാം ഘട്ടമായിട്ടുള്ള ജനജാഗ്രതാ സദസ്സുകൾ നടക്കുക. മാർച്ച് 17 ഉച്ചയ്ക്ക് 2 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കും. അതിനെ തുടർന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള കർമ്മ പരിപാടികളാണ് ഈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ലഹരി വിരുദ്ധ മനുഷ്യച്ചങ്ങല, സംവാദങ്ങൾ, വാക്കും വരെയും എന്ന പേരിൽ ലഹരിക്കെതിരെ പ്രാദേശിക കലാകാരന്മാരുടെ കൂട്ടായ്മ, ലഹരി വിരുദ്ധ സന്ദേശമരങ്ങൾ, മൺചെരാതുകൾ തെളിയിക്കൽ, ബഹുജന റാലി, പ്രതിജ്ഞ, മാരത്തോൺ, കൂട്ടയോട്ടം, തത്സമയ മത്സരങ്ങൾ, മെഡിക്കൽ ക്യാമ്പുകൾ,
ഡോക്യുമെന്ററി സിനിമാ പ്രദർശനങ്ങൾ, മുദ്രാവാക്യ രചന, ലഹരിവിരുദ്ധ റീൽ നിർമ്മാണം തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുക. പ്രത്യേകം രൂപം നൽകിയ ലഹരിവിരുദ്ധ കർമ്മസേനയായ ആസാദ് സേന ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ സംസ്ഥാനതല ക്യാമ്പയിന് നേതൃത്വം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. TCV ന്യൂസ്, തൃശൂർ. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയിൽ സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു. തൃശൂർ പ്രസ് ക്ലബിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കളമശ്ശേരി കോളേജ് യൂണിയനുമായി ചേർന്ന് ആരംഭിച്ച സംഘടനയാണ് ലഹരി ഉപയോഗത്തെക്കുറിച്ച് അറിഞ്ഞതും ഈ വിവരം പോലീസിനും എക്സൈസിനും നൽകിയതും. ക്യാമ്പസിനകത്തെ ലഹരി ഉപയോഗത്തിനെതിരെ വിദ്യാർത്ഥികൾ ജാഗ്രത പുലർത്തണം. ലഹരി ഉപയോഗം സംബന്ധിച്ച വിവരം വിദ്യാർത്ഥികൾ അറിയിക്കണമെന്നും മന്ത്രി അറിയിച്ചു. കളമശ്ശേരി ലഹരി കേസിൽ തനിക്ക് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ SFIക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന് അറിയില്ലെന്നും സമഗ്ര അന്വേഷണത്തിന് സിറ്റർ ജോയിന്റ് ഡയറക്ടറെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി പറഞ്ഞു. മയക്കുമരുന്നിനും സൈബർ തട്ടിപ്പുകൾക്കും റൂറൽ ജില്ലയിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ. റൂറലിലെ എല്ലാ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരെ കണ്ടെത്താൻ പ്രത്യേക ഗ്രൂപ്പുകൾ രൂപീകരിക്കും. ഡാൻസ് ഓഫ് ടീമുകൾ നിലനിർത്തിയാവും പുതിയ ഗ്രൂപ്പുകൾ. ജനമൈത്രി, SPC, CPC, കുടുംബശ്രീ, റെസിഡൻസ് അസോസിയേഷനുകൾ, കടലോര ജാഗ്രതാ സമിതികൾ തുടങ്ങിയവയെ ഉൾപ്പെടുത്തിയാകും പോലീസിനെ സഹായിക്കാനുള്ള ഗ്രൂപ്പിന്റെ സേവനം. ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർക്ക് കൗൺസിലിംഗ് നൽകാൻ റൂറൽ ജില്ലയിലെ DYSP ഓഫീസുകളിൽ കൗൺസിലിംഗ് ആരംഭിക്കുമെന്നും റൂറൽ SP അറിയിച്ചു. പോലീസും ഡാൻസ് ഓഫും ചെയ്യുന്ന പ്രവൃത്തി തുടരും, അത് നിർത്തിയിട്ടില്ല. 2, ഈ ഡ്രഗ് അഡിക്ട്സും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടി നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുക. സ്നേഹിത ഹെൽപ്പ് ഡെസ്ക് സ്നേഹിതയുടെ ഭാഗമായി എല്ലാ സബ് ഡിവിഷനും ഇപ്പം നിലവിൽ നമുക്ക് റൂറൽ ജില്ലയിലാകെ ഇരിങ്ങാലക്കുട SP ഓഫീസിലാണ് ഒരു കൗൺസിലിംഗ് സെന്റർ ഉള്ളത്, പോലീസിന്റെ സൗജന്യ കൗൺസിലിംഗ് സെന്റർ. അടുത്ത ആഴ്ച മുതൽ ഇരിങ്ങാലക്കുട നിലവിലുള്ളത് കൂടാതെ ഇരിങ്ങാലക്കുട DYSP ഓഫീസിൽ ഒരു പുതിയ സ്നേഹിത കൗൺസിലിംഗ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. അത് ചാലക്കുടിയിലും കൊടുങ്ങല്ലൂരും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, അത് ഗവൺമെന്റ് പ്രോജക്റ്റാണ് എങ്കിലും പോലീസ് അവരും കൂടെ ചേർന്ന് നടത്തുക. പ്രായമാകാത്ത കുട്ടികൾക്ക് മയക്കുമരുന്ന് നൽകുന്നവർക്കെതിരെ പ്രത്യേക ജാമ്യമില്ലാത്ത വകുപ്പ് ചേർത്ത് കേസെടുക്കുമെന്നും പോലീസ് മേധാവി പറഞ്ഞു. സൈബർ കുറ്റകൃത്യങ്ങൾ തടയാൻ റൂറൽ ജില്ലയ്ക്ക് കീഴിലുള്ള സൈബർ സെൽ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്ന് B. കൃഷ്ണകുമാർ പറഞ്ഞു. വെർച്വൽ അറസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരാളുടെ ഡീറ്റെയിൽസ് എടുക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റ്, നിങ്ങൾക്ക് വരുന്ന ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് പോയി നിങ്ങളുടെ അക്കൗണ്ടിൽ നല്ല വരുന്ന പൈസയ്ക്ക് ചിലപ്പോൾ നിങ്ങൾ എല്ലാം കറക്റ്റ് വരുന്ന പൈസ ആവുന്നില്ല. ടാക്സ് വെട്ടിക്കാൻ വേണ്ടി അക്കൗണ്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന ആളുകൾ, മ്യൂൾ അക്കൗണ്ട് എന്നൊരു വാക്കുണ്ട്, ബിനാമി അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ, പിന്നെ മണി ലോണ്ടറിംഗ് എന്നൊരു വാക്കുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കലാണ് മണി ലോണ്ടറിങ്. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. എനിക്ക് കിട്ടുന്ന പൈസ അക്കൗണ്ടഡ് മണി ആക്കാൻ വേണ്ടി നമ്മൾ വേറെ എവിടെയെങ്കിലും ഒക്കെ കൊടുത്ത് കറങ്ങി തിരിഞ്ഞ് അവിടുന്ന് NRI പൈസയായിട്ട് വരുന്നു, അല്ലെങ്കിൽ വേറെ, മനസ്സിലായി. ഇതൊക്കെ ഉള്ള ആളുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാൻ വേണ്ടി പാടില്ല. സൈബർ കുറ്റകൃത്യം വഴി നഷ്ടപ്പെട്ട 6 കോടിയിലധികം രൂപ തിരിച്ചുപിടിക്കാൻ സാധിച്ചതായും റൂറൽ SP വ്യക്തമാക്കി. സൈബർ രംഗത്തെ വിവിധ കുറ്റകൃത്യങ്ങൾക്കെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. കെട്ടകാലത്ത് തിരിച്ചറിവിന്റെ കൈത്തിരി നാളവുമായി ഒരു തലമുറയുടെ മോചനത്തിനായി പരിശ്രമിക്കുകയാണ് ഈ നാടക കുടുംബം. മദ്യവും മയക്കുമരുന്നും അപഹരിച്ചത് എത്ര ജീവിതങ്ങളെയാണ്. അത്തരത്തിൽ ജീവിതം ചാരമായി തീർന്ന നിരവധി പേരിൽ ഒരാളുടെ കഥ മോചനം ഞങ്ങൾ ആരംഭിക്കുന്നു. അവള് വരില്ല, അവൾക്ക് അച്ഛനെ പേടിയാത്ര, അവളും കൺവെട്ടത്തൊന്നും വരില്ലാന്ന്. എങ്ങനെ വരിക? എന്നോട്. അധ്യാപകൻ, കവി, നാടകപ്രവർത്തകൻ എന്നിങ്ങനെ ശ്രദ്ധേയനായ സുധീഷ് അമ്മവീടും കുടുംബവും ലഹരിക്കെതിരായ ഒറ്റയാൾ നാടകവുമായി യാത്ര തുടങ്ങിയിട്ട് നാളേറെയായി. ഇതിനകം 140-ലധികം ഇടങ്ങളിൽ സുധീഷ് തന്റെ മോചനം എന്ന നാടകം അവതരിപ്പിച്ചു കഴിഞ്ഞു. എനിക്ക് പരാക്രമത്തിനിടയിൽ ഞാൻ എന്റെ മോളുടെ വായി ഇങ്ങനെ പൊട്ടിപ്പിടിച്ചു, ശ്വാസം കിട്ടാണ്ട് പിഴക്കണ എന്റെ മോളെ കണ്ടുകൊണ്ടെന്ന് സുഗന്ധി എന്തൊക്കെ എടുത്ത് എന്നെ എറിയേ അടിക്കൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് ഭ്രാന്തായിരുന്നു. എങ്ങനെയെങ്കിലും ഇത് കൈക്കലാക്കണം എന്നുള്ള കൊതിയില് ഞാൻ എന്റെ മോളുടെ കാതിങ്ങനെ കടിച്ചെടുത്തു. കൊടുങ്ങല്ലൂർ BRCയിൽ ട്രെയിനറായി ജോലി ചെയ്തിരുന്ന കാലത്ത് അധ്യാപക പരിശീലനത്തിന്റെ ഇടവേളകളിൽ പറഞ്ഞഭിനയിച്ച കഥയാണ് മോചനമെന്ന നാടകമായി മാറിയത്. ഡി അഡിക്ഷൻ സെന്ററിൽ കഴിയുന്ന ഗൃഹനാഥൻ കൂടെയുള്ളവരോട് തന്റെ ജീവിതം പറയുന്ന രീതിയിലാണ് 14 മിനിറ്റ് ദൈർഘ്യമുള്ള നാടകം മുന്നോട്ടു പോകുന്നത്.
കാണികളുടെ കണ്ണുകളിലും മനസ്സിലും നെടുവീർപ്പിന്റെ നനവ് പടർത്തുന്ന നാടകത്തിലൂടെ സുധീഷ് ലഹരിക്കെതിരെയുള്ള നാടക പോരാട്ടം തുടരുകയാണ്. ലഹരിയുടെ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ വലിയ തരത്തിലുള്ള ഉപയോഗങ്ങൾ കൊണ്ട് വരുന്ന തലമുറ വലിയൊരു ചോദ്യചിഹ്നമായിട്ടും നാട്ടിൽ മുഴുവൻ ഭീകരത സൃഷ്ടിക്കുന്ന തരത്തിലുള്ള സ്വഭാവ വൈകൃതങ്ങളിലേക്ക് യുവതലമുറ മാറുന്നൊരു സാഹചര്യം നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ വായിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം നമ്മളുടെ ചുറ്റുവട്ടങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള ഭീകരമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നും നമ്മളുടെ പരിസര പ്രദേശങ്ങൾ പോലും ഹോട്ട്സ്പോട്ടുകളായിട്ട് മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ വളരെ വേദനയോടെയും വളരെ വിഷമത്തോടു കൂടിയാണ് അത് മനസ്സിലാക്കുന്നത്. ഒരു 1-2 മണിക്കൂർ ലഹരിയെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതിനേക്കാൾ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫലം നമുക്ക് ഈ 14 മിനിറ്റിൻ്റെ ഈ നാടകം തരുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഈ നാടകത്തിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. മുകുന്ദപുരം താലൂക്ക് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററായി ജോലി ചെയ്യുന്ന സുധീഷ് തന്റെ ഒഴിവു സമയങ്ങൾ ഉപയോഗിച്ചാണ് നാടക പ്രവർത്തനം നടത്തുന്നത്. സന്തോഷ് എച്ചിക്കാനത്തിന്റെ ബിരിയാണി, NS മാധവന്റെ മുംബൈ എന്നീ കഥകളെ ആസ്പദമാക്കി സുധീഷ് അമ്മ വീട് രചനയും സംവിധാനവും നിർവഹിച്ച ഒറ്റയാൾ നാടകങ്ങൾ നിരവധി വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കർഷക സമരത്തിന്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട സബോള, സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിന്റെ ഭാഗമായി അവതരിപ്പിച്ച വീഡിയോ നാടകമായ ദ്വീപ്, 13ഓളം പെൺകുട്ടികളെ കേന്ദ്രീകരിച്ച് കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാലയ്ക്ക് തയ്യാറാക്കിയ ഉടുപ്പുകൾ അഥവാ തിരുശേഷിപ്പുകൾ തുടങ്ങി നിരവധി നാടകങ്ങൾ സുധീഷിൻ്റെതായുണ്ട്. എപ്പിക് എന്ന പേരിൽ ഒരു നാടക സംഘത്തിനും സുധീഷ് നേതൃത്വം നൽകുന്നുണ്ട്. സുധീഷിന്റെ ഭാര്യയും പ്രീ പ്രൈമറി അധ്യാപികയും ഗായികയുമായ ജിതി, കലാകാരിയായ മകൾ ആമി, മകൻ ആഷ്മിൻ എന്നിവരും സുധീഷിന്റെ ലഹരിവിരുദ്ധ ഒറ്റയാൾ നാടകയാത്രയിൽ കൂട്ടായുണ്ട്. TCV കൊടുങ്ങല്ലൂർ. പുതുതലമുറയിലെ വിദ്യാർത്ഥിനികൾ ഇന്ന് ലഹരിക്കടിമകളായി മാറിയെന്നും ദൈവത്തിന്റെ സ്വന്തം നാട് ഇന്ന് ചെകുത്താന്റെ നാടായി മാറുന്നു എന്ന ഭയത്തിലാണ് കേരളത്തിലെ ജനങ്ങളെന്നും ലഹരിക്കെതിരെ എല്ലാവരും ഒന്നിക്കണമെന്നും തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് പറഞ്ഞു. ഇന്ന് നമുക്കറിയാം, ഇന്ന് കേരളം 3/4 ഭാഗവും മയക്കുമരുന്നിനടിമയായി പോകുന്ന ഒരവസ്ഥയിലാണ്. പുതിയ ജനറേഷൻ വിദ്യാർത്ഥിനികളെല്ലാം ഇന്ന് മയക്കുമരുന്നിനടിമകളാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് ഇന്ന് സാത്താൻ്റെ നാടായി മാറുന്നു എന്ന് ഭയത്തിലാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ. നിങ്ങൾ അതിൽ നിന്ന് മുക്തനാകണം. ജീവിതത്തിനകത്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു വലിയ ലോകം ഇവിടെ മുന്നിലുണ്ട്. നിങ്ങൾ ഇതിൽ അടിമപ്പെടരുത്. ഒരിക്കലും നിങ്ങൾ അടിമപ്പെട്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതിൽ നിന്ന് തിരിച്ചു വരുവാൻ സാധിക്കാത്ത അത്രയും വലിയ മാരകമായ ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ നീങ്ങുന്നു. കുടുംബത്തിൽ ഛിദ്രതയുണ്ടാകുന്നു. മക്കൾ മാതാപിതാക്കളെ തല്ലുന്നു. മാതാപിതാക്കളും മക്കളുമായി ബന്ധമകലുന്നു. അന്യൻ്റെ മുതൽ നമുക്ക് ലഭിക്കാത്തത് എടുക്കുന്ന ഒരു പുതിയ സമ്പ്രദായം മനുഷ്യനിൽ കാണുന്നു. നമുക്കറിയാം, ബാങ്കുകളെല്ലാം കൊള്ളയടിക്കുന്ന ഒരവസ്ഥ, ഇന്ന് റോഡിൽ കൂടി സംസാരിച്ച് മിണ്ടിക്കഴിഞ്ഞാൽ അവനെ തല്ലുന്ന അവസ്ഥ, വിദ്യാർത്ഥികൾ തമ്മിലടിക്കുന്ന ഒരു സ്വഭാവം, ഇതെല്ലാം മാറണം. നിങ്ങളെല്ലാം ജീവിതത്തിനകത്ത് മാതാപിതാക്കളുടെ വാഗ്ദാനങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകണം. നാളത്തെ ഈ രാജ്യത്തിൻ്റെ വാഗ്ദാനങ്ങളാണ് നിങ്ങൾ ഇനിയും ഉണരട്ടെ. ഈ പറയുന്ന മയക്കുമരുന്ന് നമ്മുടെ നാട്ടിൽ നിന്നും ഇല്ലാതാകട്ടെ. പാർലിക്കാട് മിണാലൂർ പഴയ റോഡിൽ റോഡരികിലെ പാഴ്മരങ്ങൾ നഗരസഭ മുറിച്ചിട്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞും നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധം. മുറിച്ചിട്ട മരങ്ങൾ റോഡരികിൽ കൂട്ടിയിട്ടതിനെ തുടർന്ന് പ്രദേശത്ത് ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. നിരവധി തവണ മരങ്ങൾ മാറ്റാനായി നഗരസഭാ അധികൃതർക്ക് പരാതികൾ നൽകിയെങ്കിലും നാളിതുവരെ ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരള ജില്ലാ പ്രസിഡന്റ് നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ പറയുന്നു. മുറിച്ചിട്ട മരങ്ങൾ റോഡരികിൽ കൂട്ടിയിട്ടതിനെ തുടർന്ന് വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായും രാത്രി സമയങ്ങളിൽ വാഹനങ്ങൾ മരക്കൂട്ടത്തിൽ തട്ടി അപകടങ്ങൾ ഉണ്ടാകുന്നതും നിത്യസംഭവമാണെന്നും ഡ്രൈവർമാർ പറഞ്ഞു. എത്രയും പെട്ടെന്ന് വിഷയത്തിൽ നഗരസഭാ അധികൃതർ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്നാണ് ആവശ്യപ്പെട്ട് കളക്ടർക്ക് പരാതി നൽകുമെന്ന് പ്രദേശവാസികളായ ഉണ്ണികൃഷ്ണൻ നമ്പ്രത്ത്, ചന്ദ്രൻ പറങ്ങനാട്ട്, PP സജീവൻ, ജെയിംസ് വടക്കൂടൻ, ജോളി വടക്കൂടൻ എന്നിവർ പറഞ്ഞു.
കടങ്ങോട് പഞ്ചായത്ത് മണ്ടംപറമ്പ് ജനകീയ ആരോഗ്യ കേന്ദ്രം ആയുഷ്മാൻ ആരോഗ്യ മന്ദിറിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ നിർവഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ 7 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ അധ്യക്ഷനായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബീന രമേശ്, മെമ്പർമാരായ ജോളി തോമസ്, സിമി, രമ്യ ഷാജി, കടങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ PK പ്രസന്നൻ, PRO സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. പാവറട്ടി സാന്റ് ജോസ് പബ്ലിക് സ്കൂളിൽ വർണ്ണശലഭം കിഡ്സ് ഫെസ്റ്റ് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് MM റെജീന കിഡ്സ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി അധ്യക്ഷത വഹിച്ചു. വാർഡംഗം സിബി ജോൺസൺ സമ്മാന വിതരണം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ദീപ്തി ജോൺ, PRO ഷൈല റാണി, സെക്രട്ടറി ചെറിയാൻ TC, കൺവീനർ VS സെബി തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ പഞ്ചായത്ത് വയോജനങ്ങൾക്കായി കട്ടിൽ വിതരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ്, ഷേർലി ദിലീപ് കുമാർ, അംഗങ്ങളായ വിമല നാരായണൻ, ബിന്ദു ശർമ്മ, PA സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ പ്രചരണാർത്ഥം വീട്ടുമുറ്റത്തെ നാടകങ്ങൾ ആരംഭിച്ചു. മൂക്കുത്തി എന്ന നാടകത്തോടെയാണ് വേലൂരിന്റെ നാടകപ്പെരുമ്പ വിളിച്ചോതുന്ന നാടകോത്സവത്തിന് തുടക്കമായത്. നാടകത്തിന്റെ അരങ്ങിലും അണിയറയിലും വേലൂരിലെ കലാകാരന്മാരാണ്. സുജിത് ചന്ദ്രശേഖരനാണ് മൂക്കുത്തിയുടെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. സുജിത്, ബസു സുബി, സുരേഷ് തയ്യൂർ, രാം പാണ്ഡെ തുടങ്ങിയവരാണ് അഭിനേതാക്കൾ. ഗ്രാമകം ജനറൽ കൺവീനർ സുധീഷ്, പ്രചരണ കൺവീനർ CF രാജു തുടങ്ങിയവരാണ് നേതൃത്വം നൽകുന്നത്. ഏപ്രിൽ 4 മുതൽ 8 വരെയാണ് നാടകോത്സവം. TCV ന്യൂസ് ക്യാമ്പയിൻ വെള്ളം പൊള്ളും. കടവല്ലൂർ വേമ്പൻ പടവിലെ 40 ഏക്കറോളം നെൽകൃഷി വെള്ളമില്ലാതെ പൂർണ്ണമായി നശിച്ചു. തോടുകളിലെ വെള്ളം പൂർണ്ണമായി വറ്റിയതോടെ ജലസേചനത്തിന് മാർഗങ്ങൾ തേടി കർഷകർ നെട്ടോട്ടത്തിൽ. ഒതളൂർ ബണ്ടിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം ആശ്രയിച്ചാണ് കടവല്ലൂർ വേമ്പൻ പടവ് എന്നീ പാടശേഖരങ്ങളിലെ കൃഷി നിലനിൽക്കുന്നത്. ബണ്ടിൽ നിന്ന് വേമ്പൻ തോട്ടിലേക്ക് ജനുവരിയിൽ വെള്ളം പമ്പ് ചെയ്യാൻ തുടങ്ങും. പണ്ടൊക്കെ 50 ദിവസത്തോളം പമ്പിംഗ് നടത്തിയിരുന്നു. ഒതളൂർ ബണ്ട് സ്ഥിതി ചെയ്യുന്ന കോൾപാടങ്ങളിലേക്ക് ആവശ്യത്തിന് വെള്ളം ലഭിക്കാതായതോടെ കടവല്ലൂരിലേക്ക് നടത്തിയിരുന്ന പമ്പിംഗ് 3-4 ദിവസമാക്കി കുറച്ചു. ഇത് തർക്കത്തിനും പരാതികൾക്കും കാരണമായെങ്കിലും കൃത്യമായ പരിഹാരം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. കിണറുകൾ അടക്കമുള്ള ജലാശയങ്ങളിലെ വെള്ളം ലഭ്യമാക്കാനുള്ള ശ്രമത്തിലായിരുന്നു കർഷകർ. എന്നാൽ നേരത്തെ എത്തിയ വേനലും കനത്ത ചൂടും മൂലം ജലലഭ്യത കുറഞ്ഞതോടെ ആ വഴിയും അടഞ്ഞു. ഒതളൂർ ബണ്ടിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തത് കടവല്ലൂരിലെ 300 ഏക്കറോളം കൃഷിയുടെ നിലനിൽപ്പിന് ഭീഷണിയായിരിക്കുകയാണ്. വരൾച്ച നിമിത്തം കഴിഞ്ഞ തവണ 400 ടൺ നെല്ലിന്റെ ഉൽപാദനക്കുറവ് ഈ മേഖലയിൽ ഉണ്ടായി. നിലവിൽ 40 ഏക്കറാണ് നശിച്ചതെങ്കിലും നാശത്തിന്റെ തോത് ഇനിയും കൂടാനാണ് സാധ്യത. TCV ന്യൂസ്, കുന്നംകുളം. പുതുക്കാട് ചെങ്ങാലൂർ പ്രദേശത്തെ കാർഷിക മേഖലയ്ക്കും കുടിവെള്ളത്തിനും ആശ്രയമായ കാനത്തോട് സ്ലൂയിസ് പൂർണ്ണമായും തകർന്നിട്ട് മാസങ്ങൾ പിന്നിട്ടതോടെ 50 ഏക്കർ മുണ്ടകൻ കൃഷി പ്രതിസന്ധിയിൽ. കഴിഞ്ഞ ജൂലൈയിലാണ് കനത്ത മഴയിൽ കാനത്തോടിന്റെ സ്ലൂയിസ് തകർന്നത്. മാട്ടുമലയിൽ നിന്ന് വരുന്ന വെള്ളം കാനത്തോട് സ്ലൂയിസിൽ ചീപ്പിട്ട് സംഭരിച്ചാണ് മങ്ങാട്ടുപാടം പാടശേഖരം, കൊളക്കാട്ടിൽ പാടശേഖരം എന്നിവിടങ്ങളിലെ ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളിലും ചെങ്ങാലൂർ പ്രദേശത്തെ കാർഷിക മേഖലയിലേക്കും ഉപയോഗിച്ചിരുന്നത്. സ്ലൂയിസിന്റെ പ്രവർത്തനം നിലച്ചതോടെ മുണ്ടകൻ കൃഷി ഇറക്കേണ്ട 5 ഏക്കർ നിലം തരിശിടേണ്ടി വന്നു. ഈ സ്ലൂയിസിന് പകരം മുകൾ ഭാഗത്തായി 2 കിടങ്ങുകൾ തീർത്താണ് ബാക്കി 50 ഏക്കറിൽ കർഷകർ കൃഷി സാധ്യമാക്കിയത്. സ്ലൂയിസ് കാര്യക്ഷമമല്ലാതായതോടെ പുതുക്കാട് പഞ്ചായത്തിലെ 8-9 വാർഡുകളിലെ ജലസേചന പദ്ധതികൾക്കും കുടിവെള്ള വിതരണത്തിനുമായി 75 HP-യുടെ മോട്ടോർ ഉപയോഗിക്കുന്ന ഉറാങ്കുളം അഡീഷണൽ പമ്പ് ഹൌസിന്റെയും ഉറാങ്കുളം മെയിൻ പമ്പ് ഹൌസിന്റെയും പ്രവർത്തനവും നിലച്ച നിലയിലാണ്. 3 മാസത്തിനുള്ളിൽ കാനത്തോട് സ്ലൂയിസ് നവീകരിക്കാമെന്ന് ഉറപ്പു നൽകിയെങ്കിലും ഇതുവരെയും യാതൊരു നടപടികളും ആയിട്ടില്ല. ഇതോടെ ചെങ്ങാലൂർ പ്രദേശത്തെ കൃഷിയിടങ്ങൾ മുഴുവൻ ഉണക്ക ഭീഷണിയിലാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഇക്കാലത്ത് പെട്ടെന്ന് മഴ എത്തിയാൽ നിലവിലെ സാഹചര്യത്തിൽ പ്രദേശത്ത് വെള്ളപ്പൊക്കത്തിന് കാരണമാകുമെന്നും
നിരവധി വീടുകളെ ഇത് ബാധിക്കുമെന്നും ആശങ്കയുണ്ട്. ഈ കരിങ്കൽ കെട്ട്, തകർന്നുപോയ കരിങ്കൽ കെട്ടിനെ പുനഃസ്ഥാപിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു നല്ല മഴ തന്നെ ഒരു പക്ഷേ ഈ പ്രദേശത്തിന്റെ മൊത്തത്തിൽ ഈ തകർന്ന സ്ലൂയിസിനെയും മൊത്തം സംവിധാനങ്ങളെ ആ പുരയുടെ ഉൾപ്പെടെ പുഴയിലേക്ക് ഒഴുക്കിയെത്തിക്കും. തന്നെയല്ല, കാലവർഷമാകുമ്പോൾ ഈ അപകടം കൂടും. വലിയ തോതിൽ അത് വെള്ളപ്പൊക്കത്തിനും വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലേക്കാണ് എത്തുന്നത്. അടിയന്തരമായി കാനത്തോട് സ്ലൂയിസിന്റെ വശങ്ങൾ കരിങ്കൽ കെട്ടി സംരക്ഷിക്കണമെന്നാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കർഷക കൂട്ടായ്മയും മങ്ങാട്ടുപാടം പാടശേഖര സമിതിയും ഉറാങ്കുളം സംരക്ഷണ സമിതിയും ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, പുതുക്കാട്. വെള്ളിക്കുളങ്ങര മേനുടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രം കാവടി ഉത്സവം വർണ്ണാഭമായി. മാങ്കുറ്റിപ്പാടം, കടമ്പോട്, മുട്ടത്തുകുളങ്ങര, മേനുടി, നീരാട്ടുകുഴി ദേശങ്ങളിൽ നിന്നുള്ള വിവിധ കാവടി സമാജങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ഉത്രം കാവടി ഉത്സവം ആഘോഷിച്ചത്. ദേവനൃത്തവും ആഘോഷത്തിന് മാറ്റുകൂട്ടി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി അഴകത്ത് വിഷ്ണു നമ്പൂതിരി, മടു മണ്ണിലത്ത് കൃഷ്ണപ്രസാദ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ലഹരിക്കെതിരായി അവബോധം നൽകുന്നതിനായി വടക്കുംനാഥൻ വാക്കേഴ്സിന്റെ നേതൃത്വത്തിൽ പ്ലക്കാർഡുകൾ പിടിച്ച് കൂട്ടനടത്തവും ജില്ലാ പോലീസ് നർക്കോട്ടിക്സ് ആൻഡ് ആന്റി ഡ്രഗ്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വോക്കേഴ്സ് പ്രസിഡന്റ് അരുൺകുമാർ കൂട്ടനടത്തം ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന വിമുക്തി മിഷൻ റിസോഴ്സ് പേഴ്സൺ പി രാമചന്ദ്രൻ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. സെക്രട്ടറി പ്രദീപ് സ്മാർട്ട്, ട്രഷറർ ജയകുമാർ എന്നിവർ സംസാരിച്ചു. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ അനന്യസമേതം ജെൻഡർ അവബോധ ശില്പശാല നടന്നു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ജെൻഡർ അവബോധ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ആൽവിൻ പട്ടിയേക്കൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ശരത് കുമാർ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഹെഡ്മാസ്റ്റർ MK സൈമൺ, KP ജോസഫ്, റോഷൻ K വർഗീസ്, പ്രീത ജോസ്, ശില്പ ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് നഗരസഭ പുന്ന കുന്നത്തുള്ളി റോഡ് നഗരസഭ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. നഗരസഭ വൈസ് ചെയർമാൻ ഓരോ പ്രദേശത്തിന്റെയും മാറ്റങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് നമ്മുടെ നഗരസഭ വൈസ് ചെയർമാൻ KK മുബാറക് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ്, നഗരസഭാ കൌൺസിലർ KV സത്താർ, വാർഡ് കൌൺസിലർ ഷാഹിദ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. മഴക്കാലമായാൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുകയും കാലങ്ങളായി കുടിവെള്ളക്ഷാമം നേരിടുകയും ചെയ്യുന്ന മാപ്രാണം വാതിൽ മാടം കോളനി പ്രദേശത്ത് കുഴൽക്കിണർ കുഴിച്ചു നൽകി. വ്യവസായി കരിപ്പറമ്പിൽ സിറാജുദ്ദീനാണ് കുഴൽക്കിണർ കുഴിച്ച് കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കണ്ടെത്തിക്കൊടുത്തത്. KSTP കോൺക്രീറ്റ് റോഡിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി നഗരസഭയിലെ വിവിധ മേഖലയിൽ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് മാസങ്ങളായിരുന്നു. വാർഡ് കൌൺസിലർ ലേഖ ഷാജൻ വാട്ടർ ടാങ്കറുകളിലും മറ്റും വെള്ളം വിതരണം ചെയ്താണ് ഇവിടുള്ളവർക്ക് കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തിയിരുന്നത്. പ്രദേശവാസി യുടെ സ്ഥലത്താണ് ബോർവെൽ കുഴിച്ചത്. SNDP യോഗം കൊടകര യൂണിയന്റെ നേതൃസംഗമം ശനിയാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊടകര യൂണിയൻ ഹാളിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ യൂണിയൻ സെക്രട്ടറി KR ദിനേശൻ, നന്ദകുമാർ ചക്കമലിശ്ശേരി, NB മോഹനൻ, KS ഷീല, KS ശ്രീരാജ് എന്നിവർ പങ്കെടുത്തു. കേന്ദ്ര ബജറ്റിനെതിരായി ഈ മാസം 17-ന് സംഘടിപ്പിക്കുന്ന ചാലക്കുടി ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് വിജയിപ്പിക്കുന്നതിനായി LDF കൊടകര പഞ്ചായത്ത് കൺവെൻഷൻ സംഘടിപ്പിച്ചു. കേരള കോൺഗ്രസ് M സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബേബി മാത്യു കാവുങ്കൽ ഉദ്ഘാടനം ചെയ്തു. LDF പഞ്ചായത്ത് കൺവീനർ PR പ്രസാദൻ അധ്യക്ഷത വഹിച്ചു. LDF നേതാക്കളായ ഷോജൻ D വിധേയത്തിൽ, PS വിജയൻ, KK തോമസ്, കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, ഫാമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് KC ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു.
ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നാളെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. വിവിധ ആദരണങ്ങൾ ഇതോടൊപ്പം നടക്കും. ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ സംസ്ഥാന ചെയർമാൻ സുരേഷ് പൊറ്റേക്കാട്ട്, സംസ്ഥാന സെക്രട്ടറി മിജോയ് മാബു, തൃശൂർ സെന്റർ ചെയർമാൻ കെ ജോയ്, സെക്രട്ടറി PG വിൽസൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലഹരിക്കെതിരെ ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ വെള്ളിക്കുളങ്ങരയിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. വെള്ളിക്കുളങ്ങര സെന്ററിൽ നിന്ന് ആരംഭിച്ച റാലി വെള്ളിക്കുളങ്ങര സ്റ്റേഷനു മുന്നിൽ സമാപിച്ചു. തുടർന്ന് കേഡറ്റുകൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. സബ് ഇൻസ്പെക്ടർ KT ജോഷി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. SIC സന്തോഷ് ലഹരിയുടെ ദോഷവശങ്ങളെക്കുറിച്ച് ക്ലാസ് എടുത്തു. തുടർന്ന് സ്റ്റേഷൻ സന്ദർശിച്ച സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകൾക്ക് സ്റ്റേഷനെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും ഡ്രിൽ ഇൻസ്ട്രക്ടർ TB ഷിജു വിശദീകരിച്ചു നൽകി. ഗ്രേഡ് SI സതീഷ് S, PCCPO PK അജിത, സ്റ്റേഷൻ റൈറ്റർ PA ഡേവിസ്, ജനമൈത്രി സമിതി അംഗങ്ങളായ സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, റഷീദ് ഏറത്ത് എന്നിവർ സംസാരിച്ചു. പൊതുസ്ഥലങ്ങളിൽ അനധികൃത മാലിന്യ നിക്ഷേപങ്ങൾ കണ്ടെത്തി തടയുന്നതിനും സമ്പൂർണ്ണ ശുചിത്വം കൈവരിക്കുന്നതിനുമായി കുന്നംകുളം നഗരസഭാ പ്രദേശത്തെ വിവിധ ഇടങ്ങളിൽ 6 CCTV ക്യാമറകൾ സ്ഥാപിക്കുവാൻ കൌൺസിൽ യോഗം തീരുമാനിച്ചു. ഇതിനായി 11 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് കൌൺസിൽ അംഗീകരിച്ചു. 100% നികുതി പിരിക്കുന്ന വാർഡുകൾക്ക് വികസന ഫണ്ടിൽ നിന്നും പ്രോത്സാഹനമായി 2 ലക്ഷം രൂപ അധികമായി നൽകും. സ്വകാര്യ ജ്വല്ലറിയുടെ ബോർഡുകൾ കാലാവധി കഴിഞ്ഞിട്ടും ഫീസ് നൽകാതെ നിലനിർത്തിയാൽ അഴിമതിയുണ്ടെന്ന് കോൺഗ്രസ് അംഗം ഷാജി ആലിക്കൽ ആരോപിച്ചു. അതേസമയം ഫീസ് കാലാവധി കഴിഞ്ഞിട്ടും നിൽക്കുന്ന പരസ്യ ബോർഡുകൾക്കെതിരെ നടപടിയെടുക്കുമെന്നും മാറ്റാത്ത ബോർഡുകൾക്ക് അധിക നികുതി ചുമത്തിയ ശേഷം നടപടിയെടുക്കുമെന്നും ചെയർപേഴ്സൺ യോഗത്തെ അറിയിച്ചു. നഗരസഭയുടെ അനുമതിയോടുകൂടി മാത്രമേ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കാൻ അനുവദിക്കുകയുള്ളൂ. CPM ജില്ലാ സമ്മേളനത്തിന്റെ ബോർഡുകൾ വച്ചതിന് പിഴ ചുമത്തി നോട്ടീസ് നൽകിയിട്ടും പിഴയടയ്ക്കാത്തത് ചെയർപേഴ്സൺ വിശദീകരിക്കണമെന്ന് BJP ലീഡർ KK മുരളിയും ഷാജി ആലിക്കലും ആവശ്യപ്പെട്ടു. കുട്ടഞ്ചേരി GLPS സ്കൂളിൽ ഇംഗ്ലീഷ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ് അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ്, പ്രധാനാധ്യാപിക KM ശ്രീജാബായ്, PTA പ്രസിഡന്റ് OV ഷനോജ്, അധ്യാപിക ജീന എന്നിവർ സംസാരിച്ചു. തണ്ണിമത്തൻ കൃഷി വിജയകരമാക്കി തിരുവില്ലാമലയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ. പൂതനക്കരയിലെ കൊയ്ത്തൊഴിഞ്ഞ പാടത്താണ് തണ്ണിമത്തൻ കൃഷി നടത്തുന്നത്. പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷിയെ പരിപാലിക്കുന്നത്. പന്നിയുടെയും മയിലിന്റെയും ശല്യമുണ്ടെങ്കിലും രാപ്പകലില്ലാതെ കാവലിരുന്നാണ് ഈ കർഷകർ ഇതിനെ സംരക്ഷിക്കുന്നത്. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,230, പവന് 65,840. വെള്ളി ഗ്രാമിന് 108, പ്ലാറ്റിനം ഗ്രാമിന് 3,449 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കരുവന്നൂർ കേസിൽ ഹാജരാകാനുള്ള ED നോട്ടീസിന് മറുപടി നൽകി K രാധാകൃഷ്ണൻ MP. EDയുടെ സമൻസിന് പിന്നിൽ രാഷ്ട്രീയ എതിരാളികളെ അമർച്ച ചെയ്യാനുള്ള നീക്കമാണെന്ന് K രാധാകൃഷ്ണൻ. തൃശൂർ പൂരത്തിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വിലയിരുത്തി. പൂരത്തിന്റെ മുഖ്യ ആകർഷകമായ കുടമാറ്റവും വെടിക്കെട്ടും യാതൊരു പരാതിക്കും ഇടയാകാത്ത രീതിയിൽ നടത്തുമെന്ന് മന്ത്രി. ദുരഭിമാനം വെടിഞ്ഞ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണ പദ്ധതി സർക്കാർ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് AICC അംഗം അനിൽ അഖര. ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണം പുനരാരംഭിക്കാൻ തടസ്സമെന്തെന്ന് MLA സേവ്യർ ചിറ്റപ്പള്ളി വ്യക്തമാക്കണമെന്ന് DCC സെക്രട്ടറി K അജിത് കുമാർ. ലഹരി വിപത്തിനെതിരെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന പേരിൽ പ്രത്യേക ക്യാമ്പയിൻ തുടങ്ങുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു. സംസ്ഥാനത്തെ 1000 കേന്ദ്രങ്ങളിൽ ലഹരിക്കെതിരെ ജനജാഗ്രതാ സദസ്സുകൾ ഒരുക്കും. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയിൽ സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയതായും മന്ത്രി. നന്ദികുലം പയ്യൂർക്കാവിൽ വെടിക്കെട്ട് നടന്ന സ്ഥലത്ത് ആനയെ തളച്ച സംഭവത്തിൽ ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെ വരന്തരപ്പള്ളി പോലീസ് കേസെടുത്തു. സ്ഫോടക വസ്തുക്കൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിനും ആനയെ തളച്ചതിനുമാണ് കേസ്. വെള്ളം ലഭിക്കാത്തതിനാൽ കടവല്ലൂർ വേമ്പൻ പടവിലെ 40 ഏക്കറോളം നെൽകൃഷി പൂർണ്ണമായും നശിച്ചു. പുതുക്കാട് ചെങ്ങാലൂർ കാനത്തോട് സ്ലൂയിസ് പൂർണ്ണമായും തകർന്നതിനാൽ 50 ഏക്കർ മുണ്ടകൻ കൃഷിയും പ്രതിസന്ധി.
റെക്കോർഡ് വീണ്ടും തകർത്ത സ്വർണ്ണവില. 1 പവൻ സ്വർണത്തിന്റെ വില 65,480 രൂപയായി. പവന് 880 രൂപയാണ് ഇന്ന് വർദ്ധിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.